നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴോ ചെയ്തു തുടങ്ങുമ്പോഴോ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ദൈവമേ ഇത് നോർമലാണോ അതോ എന്തെങ്കിലും ഒരു വലിയ സംഭവത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണോ എന്ന്. പേരൻസ് എന്നോട് ചോദിക്കാറുള്ള അത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്യാം. എൻ്റെ കുട്ടി കളിപ്പാട്ടങ്ങളെല്ലാം ഒരേ വരിയിൽ അടുക്കി വെക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു പ്രശ്നമല്ല, പക്ഷേ ബാക്കിയുള്ള സയൻസ് ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് കൺസേൺ ആണ്. ഇനി എൻ്റെ കുട്ടി ടോ വാക്കിംഗ് ചെയ്യുന്നു, അതായത് കാൽ വിരലുകൾ കുത്തിയാണ് നടക്കുന്നത്, ഇതൊരു കൺസേൺ ആണോ? 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് നോർമലാണ്. ഇനി 2 വയസ്സിന് ശേഷവും എല്ലാ ആക്ടിവിറ്റീസിലും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അസസ്മെന്റിന് പോകണം. ഇനി സങ്കടവും ദേഷ്യവും വരുമ്പോൾ എൻ്റെ കുട്ടി ബാക്കിയുള്ളവരെ അടിക്കുക, ഉപദ്രവിക്കുക, കടിക്കുക ചെയ്യാറുണ്ട്. ഇത് തികച്ചും നോർമലാണ് ഒരു എക്സ്റ്റെൻഡ് വരെ. അവിടെ അവർക്ക് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതിന് വാക്കുകളോ അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടോ അവർ ചെയ്യുന്നൊരു ബിഹേവിയറാണത്. പക്ഷേ ഇതിന് ഒരു എക്സ്റ്റെൻഡ് ഉണ്ട്. എൻ്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കാറുണ്ട്. അതെന്തിൻ്റെങ്കിലും ലക്ഷണമാണോ? പല പാരൻസും ചോദിക്കാറുണ്ട്. ഇത് കുട്ടി ലാംഗ്വേജ് പഠിച്ചു വരുന്ന ഘട്ടത്തിൽ തികച്ചും നോർമലാണ്. അത് എന്തെങ്കിലും ഒന്നിൻ്റെ ലക്ഷണമാണെന്ന് ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കുട്ടി എപ്പോഴും കണ്ണിൽ നോക്കി സംസാരിക്കാറില്ല. ഇത് ഓട്ടിസത്തിൻ്റെ ലക്ഷണമാണോ? എപ്പോഴും അങ്ങനെ ആകണം എന്നില്ല. ഒരു ലക്ഷണം കൊണ്ട് മാത്രം നമുക്ക് ഇത് ഒന്നിൻ്റെ ലക്ഷണമാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു പാറ്റേൺ ഓഫ് സയൻസ് വരുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള നെയിം അല്ലെങ്കിൽ ഡയഗ്നോസിസിലേക്ക് വരാൻ പറ്റുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് പൊക്കോണ്ടിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഒരു പ്രൊഫഷണൽ അസസ്മെൻ്റ് ആണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുവോ ബാക്കി കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുകയോ ചെയ്യുന്നത് കൊണ്ട് നത്തിങ് ഗുഡ്. അപ്പോൾ രാത്രി 2 മണിക്ക് കുഞ്ഞിൻ്റെ ബിഹേവിയറിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നെടുത്ത് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു കൺസേൺ നിങ്ങൾക്ക് ശരിക്കും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. അപ്പോൾ സീ യു. ഹാപ്പി പാരൻറ്റിങ്.